യെസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോണത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. പ്രാവീൺ കുടിഷാപ്പ് എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. പ്രാവീൺ കുടിഷാപ്പ് സംവിധായകൻ ശ്രീരാജ് ശ്രീനിവാസനാണ് ഈ സിനിമ ഡയറക്ഷൻ കണ്ടുവച്ചിരിക്കുന്നത്. സൗബിൻ സാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ശിവജിത്ത് എന്നൊരു ആക്ടർ, ചാന്ദിനി ശ്രീധരൻ എന്നൊരു ആക്ട്രസ് റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ശബരീഷ് വർമ്മ ഒരു വേഷം ചെയ്യുന്നുണ്ട്. നിയാസ് ബക്കർ മറ്റൊരു വേഷവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ പോലീസ് ഓഫീസറായിട്ട് ഒരുപാട് ആൾക്കാർ ഓരോ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഷാപ്പിൽ വരുന്ന ഒരു കസ്റ്റമേഴ്സായിട്ട് ഷാപ്പിൽ വന്ന ആൾക്കാരായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇൻവെസ്റ്റിഗേഷനാണ്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമയുടെ തീമും കാര്യങ്ങളൊക്കെ. പ്രധാനമായിട്ടും എനിക്ക് ഈ സിനിമയിൽ ആകെ ഇഷ്ടപ്പെട്ടൊരു കാര്യം സ്ക്രിപ്റ്റ് വർക്കാണ്. ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു ആൾ, ശ്രീരാജ് ശ്രീനിവാസൻ ഏറ്റവും മികച്ച രീതിയിലാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു മർഡർ രീതിയും കാര്യങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഈ സ്ക്രിപ്റ്റ് വർക്കിൻ്റെ ഏറ്റവും വലിയൊരു മികച്ച കാര്യം എന്നിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് സ്ക്രിപ്റ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഷാപ്പ്, ആ ഒരു ഗ്രാമം, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതും വേറെ ലെവലായിരുന്നു. സെറ്റ് വർക്കിനും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്താണെങ്കിൽ ചാന്ദിനി ശ്രീധരൻ എന്നൊരു ആക്ട്രസ്സാണ് ഒരു റോൾ ചെയ്യുന്നത്. അവരുടെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഗ്രാമത്തിലെ ഒരു ആളെന്നിലേക്കുള്ള ഒരു പക്ക ഒരു മേക്ക് ഓവർ ഈ സിനിമയിൽ ചാന്ദിനി ശ്രീധരൻ്റെ ഏറ്റവും മികച്ച മേക്ക് ഓവറായിരുന്നു. പിന്നെ ചാന്ദിനി ശ്രീധരൻ്റെ ഒരു ക്യാരക്ടർ ഈ സിനിമ വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ ഒരു ഗ്രാമീണ പെൺകുട്ടി, അതായത് ഒരു ന്യൂ ജനറേഷനിലുള്ള ഒരു പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി എന്ന രീതിക്കാണ് ഈ ഒരു ക്യാരക്ടറും കാരണമൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ അട്ടാറ് പെർഫോമൻസാണ് ചെയ്യുന്ന സൗബിനാണ്. സൗബിൻ സാഹിറിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു വികലാംഗനായ കണ്ണൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഈ പുള്ളി ഇതിനെ ചെയ്യുന്നത്. പക്ക നാച്ചുറൽ, കാരണം അത്രയ്ക്കുണ്ട് പെർഫോമൻസ്. ഒരു യഥാർത്ഥ വികലാംഗൻ എങ്ങനെയായിരിക്കും, ഒരു കാലിൻ്റെ സ്വാധീനമില്ലാത്ത ഒരാൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കൈ ആക്ഷൻ, ബോഡി അവരുടെ ഒരു കാര്യങ്ങളൊക്കെ, ബോഡി ബിഹേവിയറൊക്കെ എങ്ങനെയായിരിക്കും, അത് ആ ഒരു ക്യാരക്ടർ വിടാതെ ഈ സിനിമയുടെ എൻഡിങ് വരെ മികച്ച രീതിക്ക് സൗബിൻ ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെ മേക്ക് ഓവറും സൂപ്പറാണ്. മേക്കപ്പ് ഇട്ട് ആരാണെങ്കിലും സൗബിൻ്റെ മേക്കപ്പിനും കൊടുക്കണം ഒരു അപ്രീഷിയേറ്റ്. അതിനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണോ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ രണ്ടാമത് പറയുന്നത് ബേസിൽ ജോസഫിൻ്റെയാണ്. കുറേ കോമഡി, കുറേ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കൊണ്ടൊരു വേറെ സ്റ്റൈൽ പെർഫോമൻസ് പറയാൻ വേണ്ടി പറ്റും. ബേസിൽ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു കഥാപാത്രം. ഇൻവെസ്റ്റിഗേഷനും സൂപ്പറായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെത്തേഡ് പരമായിട്ട് അദ്ദേഹം ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ കോമഡി ആയിട്ട് കുറച്ച് എലമെൻറ്റും കണക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഈ ഒരു സംസാര ശൈലി, ആറ്റിറ്റ്യൂഡും കാരണം നമ്മളെ ചിരിപ്പിക്കാനൊക്കെ ഒരുപാട് ബേസിൽ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് വന്നിട്ടുമുണ്ട്. അതാണ്. പിന്നെ ഇതിനകത്ത് ശിവജിത്ത് എന്നൊരു ആക്ടറുണ്ട്. ആ ആക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ശിവജിത്ത് എന്നൊരു ആക്ടർ, അദ്ദേഹം ഈ സിനിമയിൽ ഒരു കിഡിലോസ്കിയാണ് ഇതിനകത്ത്. കാരണം ഒരു ജിമ്മൺ, ഒരു ഷാപ്പിൻ്റെ ഓണറായിട്ടാണ് പുള്ളി റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡാണെങ്കിൽ പോലും ആ ഒരു കഥാപാത്രത്തിനകത്തൊരു പ്രാധാന്യം വളരെ നന്നായിട്ടുണ്ട്. വളരെ ഒരു മികച്ച പ്രാധാന്യമുണ്ട്. ഈ ഒരു കഥാപാത്രമാണ് ഈ കഥയും കാര്യങ്ങളൊക്കെ മുഴുനീളെ കൊണ്ടുപോകുന്നത്. ആ ഒരു കാര്യം വെച്ച് ശിവജിത്തിൻ്റെ പെർഫോമൻസ്, ഫൈറ്റ്, ഇതെല്ലാം വേറെ ലെവലായിരുന്നു. അദ്ദേഹം നന്നായിട്ട് തന്നെ ഈ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആയിട്ട് കൂട്ടാൻ വേണ്ടി പറ്റും. ഈ കഥയുടെ ഒരു എലമെൻറ്റ് പോലും ഈ ശിവജിത്തിൻ്റെ ഈ ഒരു ബാബു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ മുഴുവനുള്ള പോകുന്നത്. പിന്നെ ചെമ്പൻ വിനോദിനെ പറ്റി പറയുകയാണെങ്കിൽ ചെമ്പൻ വിനോദ്, അദ്ദേഹം ഇതിനകത്തൊരു എക്സ് മിലിറ്ററി ആയിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ കുറച്ച് വസ്തുക്കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എക്സ് മിലിറ്ററിക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് ഇതിനകത്ത്. അദ്ദേഹം കണ്ടുപിടിക്കുന്ന കുറേ എലമെൻ്റൊക്കെ ഉണ്ട്. ആ എലമെൻറ്റുകളെല്ലാം വേറെ ലെവലായിരുന്നു. ഒരു എക്സ് മിലിറ്ററി ആയിരുന്നിട്ട് പോലും റിട്ടയർഡായിട്ടും ഇൻവെസ്റ്റിഗേഷൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് ഏറ്റവും പെർഫെക്റ്റായിട്ട് എന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അദ്ദേഹം സൗബിനും കൂടെ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സീനുണ്ട് ഇതിനകത്ത്, ഏറ്റവും മികച്ചതായിരുന്നു. പിന്നെ
ഈ ഒരു സൗബിനെ ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന രണ്ട് കഥാപാത്രമാണ് ചെമ്പൻ വിനോദും ചാന്ദിനി ശ്രീധരൻ. ഇവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു സപ്പോർട്ടാണ് സൗബിന് ഏറ്റവും മികച്ച രീതിക്ക് ഇവിടെ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു പാത്ത് വേ കൊടുക്കുന്നത്. ഏറ്റവും മികച്ച ഗംഭീര പ്രകടനം സൗബിനെ പറ്റി പറഞ്ഞാൽ സൗബിൻ കുറേ ആപ്പ പടങ്ങളൊക്കെ ചെയ്യുമെങ്കിലും സൗബിൻ്റെ ഒരു യഥാർത്ഥ ലെവൽ സൗബിനെ കിട്ടുമെങ്കിൽ സൗബിന് വേറെ ലെവൽ പെർഫോമൻസ് ചെയ്യും. നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ടറൊക്കെ കിട്ടുമെങ്കിൽ സൗബിൻ്റെ അൾട്രാ പ്രകടനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്താൻ നേരത്തുള്ള ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞാൽ അങ്ങ് ജീവിക്കുകയാണ് ആ ഒരു കഥാപാത്രമായിട്ട്. അത്രയ്ക്ക് ഒരു ഒറിജിനാലിറ്റി, ഒരു റിയലിസ്റ്റിക് പെർഫോമൻസാണ് സൗബിൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ ട്വിസ്റ്റുണ്ട് ഈ പടത്തിനകത്ത്. ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പടത്തിൽ വരുന്നുണ്ട്. ഒരു മാജിക് എങ്ങനെയാണ് ഒരു പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, മാജിക്കിൽ എന്തെല്ലാം കള്ളത്തരങ്ങളെ കുഞ്ഞിരിപ്പണമെന്ന കാര്യങ്ങളൊക്കെ അത് എവിഡൻസ് സഹിതം ഈ സിനിമയെ കാണിക്കുന്നുണ്ട്. പിന്നെ മാജിക് പരമായിട്ടാണ് ഓരോ കേസും കാര്യങ്ങളൊക്കെ ഇവർ ഈ ഒരു ക്രൈമൊക്കെ ചെയ്യുന്ന ആ ഒരു പെർഫെക്റ്റ് തീമുണ്ട് ഇതിനകത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാജിക് വെച്ചിട്ടാണ് ആ ഒരു മർഡർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഏറ്റവും മികച്ച സീൻ തന്നെയായിരുന്നു. ഇവർ പറയാൻ വേണ്ടി അയച്ച ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു പാത്ത് വേ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു യഥാർത്ഥ ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നതും അത് കണ്ടുള്ള ആ ഒരു ക്ലൈമാക്സ് പോർഷനിലുള്ള ഇതെങ്ങനെയാണ് ഈ സംഭവം നടന്നതെന്നുള്ള കാര്യങ്ങളെ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ഇതൊക്കെ ഒരു മണ്ടേ എന്നൊക്കെ നമ്മൾ പറയൂലേ, സ്ക്രിപ്റ്റ് വർക്ക് ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ അതിനൊക്കെ ഒരു കഴിവൊക്കെ വേണം. അതാണ് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ശ്രീരാജ് ശ്രീനിവാസൻ എന്നൊരു സംവിധായകൻ, റൈറ്റർ, ഏറ്റവും നന്നായിട്ട് തന്നെ ഒരു എക്സിക്യൂട്ടീവ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ സിനിമയിലൊരു ടൈലൻ്റ് ഉണ്ട്. ടൈലൻ്റ് എത്തുന്ന നേരത്ത് നമുക്കൊരു സംശയം തോന്നും, പ്രതിനെ പിടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് പിടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ഡൗട്ടായിട്ടാണ് നമ്മളത് കാണുന്നത്. പക്ഷേ അതിനകത്തുള്ള ഒരു ചാന്ദിനി ശ്രീധർ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ്സാണ് അതിനകത്തുള്ള ഒരു കൊലപാതകം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് കാണിച്ചാണ് എൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചു കണ്ടാൽ നമുക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ. അവരാണ് ആ കൊലപാതകം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ, പ്രതിയെ പിടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ, പിടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിൽ പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ പടം തീരുന്നത്. അതിലേക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ടൈലൻറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സൂപ്പർ എൻഡിങ് ആയിരുന്നു ഈ പടത്തിൻ്റെ. പിന്നെ പെർഫോമൻസ് എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗബിൻ, ചാന്ദിനി ശ്രീധർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ഇവരൊക്കെ സൂപ്പറാണ്. പിന്നെ മറ്റ് താരങ്ങളുടെ ഈ വരുന്ന ഈ ഷാപ്പിലെ ആൾക്കാർ, പിന്നെ പോലീസ് ഓഫീസേഴ്സ്, ഒട്ടുമിക്ക ആൾക്കാരുടെ പ്രകടനങ്ങളും ഒരു യഥാർത്ഥ സംഭവം നമുക്കെങ്ങനെ കാണും അതേ കണക്കാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് പെർഫോമൻസ് ബേസിൽ എല്ലാവരും നന്നായിരുന്നു. പ്രത്യേകിച്ച് സൗബിനും ചാന്ദിനി ശ്രീധറും ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്. പിന്നെ അതിനുള്ള സപ്പോർട്ടിങ് റോളായിട്ട് നമ്മുടെ ശബരീഷ് വർമ്മയും നിയാസ് ബക്കറും വരുന്നുണ്ട്. ഈ രണ്ട് പേരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെ ലെവലായിരുന്നു. വേറെ ലെവലെന്ന് വെച്ചാൽ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ വേറെയുണ്ട്. ഇവരുടെ ഈ നിയാസ് ബക്കറിൻ്റെ ഒരു ഫാമിലിയായിട്ട് കാണിക്കുന്ന അവർക്കൊക്കെ ഒരു റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതും എടുത്തപ്പെടേണ്ട കാര്യമാണ്. ശബരീഷ് വർമ്മയെ പറ്റി പറഞ്ഞാൽ ശബരീഷ് വർമ്മ ഒരു ടിപ്പിക്കൽ ഷാപ്പിൽ വന്ന ഒരാൾ കണക്കത്തെ പ്രകടനങ്ങളും കാര്യങ്ങളും കോമഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ ഒരു പ്രാവീൺകൂട് ഷാപ്പ് എന്ന സിനിമത്തിൻ്റെ കുഞ്ഞ റിവ്യൂവും കാര്യങ്ങളൊക്കെ. മികച്ച പ്രകടനം ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ട്വിസ്റ്റുണ്ട്, മികച്ച തിരക്കഥയാണ്. ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എന്തുകൊണ്ടും ഇരുന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഈ പ്രാവീൺകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരു രീതിക്കുള്ള ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് പ്ലേസിൽ കോമഡി, ഫൈറ്റ് സീക്വൻസുകൾ, കാര്യങ്ങൾ, പിന്നെ സ്റ്റോറി ലൈൻ പിടിച്ചു തന്നെയാണ് ഈ പോയിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഈ പ്രാവീൺകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിലേക്ക് ലിങ്ക് അവൈലബിൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാണാതിരിക്കുന്നത് മിസ്സിങ് ആയിപ്പോയി സിനിമ കണ്ടില്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മസ്റ്റായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് പ്രാവീൺകൂട് ഷാപ്പ് എന്ന സിനിമയ്ക്കുള്ള എൻ്റെ കുഞ്ഞ റിവ്യൂ കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷമായിട്ട് പറയുന്നവർക്ക് എന്ത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.